ഈ ശുശ്രൂഷയിലേക്ക് നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. മക്കളെ ഓർത്ത് വേദനിക്കുന്ന, നൊമ്പരപ്പെടുന്ന അനേക മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ദൈവം തലമുറകളെ നൽകുന്നവനാണ്. എന്നാൽ ഈ നാളുകളിൽ ദൈവം ദാനമായി തന്ന മക്കളെ ഓർത്ത് നൊമ്പരപ്പെട്ട് നെടുവീർപ്പോടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾ ഈ അടുത്ത നാളുകളിലെല്ലാം ഒത്തിരി വേദനിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന വിധത്തിൽ പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളെക്കുറിച്ച് അവരുടെ ജീവിത ചൈതികൾ പങ്കുവെക്കുകയുണ്ടായി. മനസ്സിന് ഒരുപാട് നൊമ്പരം വരുന്ന, എത്രയെത്രയും നീറുന്ന അനുഭവങ്ങളാണ് ഓരോ പിതാവും മാതാവും പങ്കുവെക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ അനേകം കുടുംബങ്ങൾ ഇന്ന് കണ്ണുനീരിലാണ്. മക്കളെ ഓർത്ത്, തലമുറകളെ ഓർത്ത് വേദനിക്കുന്ന ഒത്തിരിയേറെ ഭവനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏത് പ്രതിസന്ധിയിലും, എത്ര കൊടിയ തകർച്ചയിലും നമ്മെ സഹായിക്കുവാനും, നമുക്ക് വേണ്ട വിമോചനം നൽകുവാനും, നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുവാനും നമ്മുടെ കർത്താവ് വിശ്വസ്തനും ശക്തനുമാണ്. അവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. എൻ്റെ മാതാപിതാക്കളെ, കർത്താവിൻ്റെ പ്രോമിസിൽ നമ്മൾ വിശ്വസിക്കണം. സാഹചര്യങ്ങൾ എന്തുമാത്രം കലങ്ങി മറിഞ്ഞതാണെങ്കിലും ആ സാഹചര്യത്തിലും തൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ സർവശക്തനായ കർത്താവിന് കഴിയുമെന്നുള്ള ഉറപ്പുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിലേക്കാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ റൂഹ ഈ ശുശ്രൂഷയിലൂടെ വിളിക്കുന്നത്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ അറിയിക്കുക. മക്കളെ പ്രതി പലവിധ സങ്കടങ്ങൾ മൂലം ഭാരപ്പെട്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന വിഷയം എന്തുമാവട്ടെ അത് പരിഹരിക്കുവാനും ആ വിഷയത്തിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും മതിയായവനാണ് നമ്മുടെ കർത്താവ്. ആ നമ്പറിൽ നിങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഈ സമയം ഇവിടെ ഷെക്കേന ന്യൂസിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ടീം പ്രാർത്ഥിക്കുകയാണ്. അനേക ആയിരങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. 62-ാം സങ്കീർത്തനം 8-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ, അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ, അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളോടാണ് കർത്താവ് ഈ വചനം സംസാരിക്കുന്നത്. എൻ്റെ ജനമേ, നിങ്ങൾ എന്നിൽ ശരണം വയ്ക്കുക. ആരെല്ലാം ദൈവമായ കർത്താവിനെ ആശ്രയിക്കുന്നവോ അവർക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമാത്രം കുഴഞ്ഞു മറഞ്ഞതാണെങ്കിലും കലുഷിതമാണെങ്കിലും മാനുഷികമായി ചിന്തിച്ചാൽ പെട്ടെന്ന് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മുൻപിൽ മല പോലെ ഉയർന്നു നിൽക്കുന്നതാണെങ്കിലും കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്ത യാതൊന്നുമില്ല. അവിടുത്തെ ശക്തിയുടെ മുൻപിൽ വഴിമാറി പോകാത്തതായി യാതൊന്നുമില്ല സഹോദരങ്ങളെ. ആയതിനാൽ നമ്മൾ കർത്താവിൽ ശരണം വയ്ക്കുക. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നമ്മുടെ മക്കളെ പ്രതിയുള്ള സങ്കടങ്ങൾ,
നമ്മുടെ കുടുംബത്തെ പ്രതിയുള്ള ഭാരങ്ങള്, വിവിധങ്ങളായ നീറുന്ന നൊമ്പരങ്ങള്, ഇതിന്റെ നടുവിൽ ഞാനും നിങ്ങളും ദൈവമായ കർത്താവിനെ ആശ്രയിക്കുക. എന്റെ ജനമേ, നിങ്ങൾ കർത്താവിൽ ശരണം വയ്ക്കുക. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ നിലവിളിക്കുക, വിശ്വാസത്തോടെ യേശുനാമം വിളിക്കുക. അത്ഭുതങ്ങൾ, വിമോചനങ്ങൾ ഉറപ്പാണ്. കഴിഞ്ഞ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പല മാതാപിതാക്കളും സ്നേഹത്തോടെ അറിയിച്ചു. പലരും ഇങ്ങോട്ട് ഫോൺ ചെയ്തു പറഞ്ഞു, ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ കണ്ടു. മദ്യപാനത്തിലും മയക്കുമരുന്നിലും മറ്റ് ജഡപാപങ്ങളിലും കഴിഞ്ഞിരുന്ന എൻ്റെ മകൻ, അവൻ ഒരിക്കലും ധ്യാനം കൂടാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ അവൻ കർത്താവിൻ്റെ വചനം കേട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു, മാനസാന്തര കൃപയിലോട്ട് വന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ കണ്ണുനീരും മറികടന്ന് പോകുവാൻ ഒരിക്കലും കർത്താവായ യേശുവിന് സാധിക്കുകയില്ല. നമ്മുടെ ഈശോ നിലവിളി കേൾക്കുന്ന ദൈവവും ആ നിലവിളിക്ക് ഉത്തരം നൽകുന്നവനുമാണ്. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയേ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിനെ, നമ്മുടെ ദുഃഖ ദുരിതങ്ങൾക്ക്, നമ്മുടെ നിലവിളിക്ക്, നമ്മുടെ ഹൃദയ നൊമ്പരങ്ങൾക്ക് ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. പൂർണ്ണമായും വിശ്വസിക്കുക. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം അവിടെ 14-ാം തിരുവചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്ക് എന്ന പോലെ അവർക്ക് കർത്താവിന്റെ ആത്മാവ് വിശ്രമം നൽകി. താഴ്വരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്ക് എന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് വിശ്രമം, സ്വസ്ഥത നൽകുകയാണ്. സഹായം ദൈവത്തിൽ നിന്ന് ഈ ശുശ്രൂഷ വഴി അനേകം മാതാപിതാക്കൾക്ക് പരിശുദ്ധാത്മാവ് സ്വസ്ഥത നൽകുകയാണ്, വിമോചനം നൽകുകയാണ്. അവിടെ കണ്ണുനീര് തുടച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. അവർ അനുഭവിക്കുന്ന വേദനകളിൽ, വിഷയങ്ങളിൽ ദൈവശക്തി ഇറങ്ങി അവരെ വിമോചിപ്പിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് താഴ്വരകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കന്നുകാലികൾക്ക് എന്ന പോലെ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വിശ്രമം നൽകി, സ്വസ്ഥത നൽകി, സമാധാനം നൽകി. എൻ്റെ സഹോദരങ്ങളെ, എന്തുമാത്രം പ്രത്യാശ നൽകുന്ന ദൈവത്തിന്റെ വചനമാണിത്. പൂർണ്ണമായും വിശ്വസിക്കുക. ആയിരിക്കുന്നിടത്തൊരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ മധ്യേ ജീവിക്കുന്ന കർത്താവുണ്ട്. കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ആ സാന്നിധ്യത്തിന്റെ വലയം നമ്മെ പൊതിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അവന്റെ മഹത്വത്തിലാണ്, അവന്റെ തേജസ്സിലാണ്, അവിടുത്തെ കൃപയിലാണ്. ഈശോയേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക, കണ്ണുനീരോട് നിലവിളിക്കുക. യേശുനാമത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ആ നാമം വിളിച്ചപേക്ഷിക്കുക. യേശു നാമത്തെ വിളിച്ചപേക്ഷിക്കുക. ആ നാമത്തിൽ വിടുതലുണ്ട്, ആ നാമത്തിൽ അനുഗ്രഹമുണ്ട്, യേശു നാമത്തിൽ സൗഖ്യമുണ്ട്, ഡെലിവറൻസ് ഉണ്ട്, അഭിഷേകമുണ്ട്. സംഘം തുറന്ന് വിളിച്ച യേശുവേ, ഈശോയേ, ഞങ്ങളുടെ ഏക രാജാവേ, ഏക കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, ഞങ്ങളുടെ കണ്ണുനീരിലേക്ക് ഇറങ്ങി വരണമേ, ആശ്വസിപ്പിക്കണമേ, വിമോചനം നൽകണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, മക്കളെയോർത്ത് ഹൃദയം കലങ്ങിയിരിക്കുന്ന ഓരോ പിതാവിലേക്കും മാതാവിലേക്കും ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവാത്മാവിന്റെ വ്യാപനം ഉണ്ടാവട്ടെ, ദൈവകൃപയുടെ നിറഞ്ഞൊഴുക്കുണ്ടാകട്ടെ, ദൈവവചനത്തിന്റെ വെളിപ്പെടൽ ഉണ്ടാകട്ടെ. റിലീസ്
സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയേ, ഈശോയേ. ആമേൻ, ആമേൻ. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് യാചനാപൂർവം തുറന്നു പിടിച്ച് ആമേൻ. ഗ്ലോറി, ഗ്ലോറി പരിശുദ്ധാത്മാവേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു എല്ലാവരും പരിശുദ്ധാത്മാവേ, പാടി ആരാധിച്ച് വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദി. ആത്മാവേ, ഓരോ മാതാവിലും പിതാവിലും ഇറങ്ങി വരണമേ. മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങളിൽ ആശ്വാസം നൽകണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. സംഘ തുറന്ന് പിടിച്ച പരിശുദ്ധാത്മാവേ, സ്വരമുയർത്തി വിളിക്കുന്നു. ആത്മാവേ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരിക. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരിക, ഞങ്ങളുടെ മക്കളിലേക്ക് വരിക. പാപബന്ധനത്തിന്റെ, പൈശാചിക പോരാട്ടങ്ങളുടെ, ദുശീലങ്ങളുടെ, മദ്യപാനത്തിന്റെ, മയക്കമരുന്നിന്റെ, കഞ്ചാവിന്റെ പ്രണയ കുരുക്കുകള്, അവരനുഭവിക്കുന്ന അടിമത്തങ്ങള്, ലക്ഷതയുടെ മുഖങ്ങള് ആത്മാവേ ഒടിച്ചു കളയണമേ. റിലീസ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആത്മാവേ, ഹോളി സ്പിരിറ്റ് വിളിച്ച്, സംഘ തുറന്ന് വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കണ്ണുനീര് തുടയ്ക്കണമേ. ഹൃദയഭാരങ്ങൾ മാറ്റണമേ. സങ്കടങ്ങളിൽ ആശ്വാസം നൽകണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആമേൻ, 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 ആമേൻ. പവർ, ദൈവശക്തി ഇറങ്ങട്ടെ. കർത്താവായ യേശുവിന്റെ കുരിശിലെ ബലിയിലൂടെ നൽകപ്പെട്ട വിമോചനം, അനുഗ്രഹം, അഭിഷേകം, സൗഖ്യം ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. റൂഹ, റൂഹ, റൂഹ. ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ പിതാവിലും മാതാവിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. മാതാപിതാക്കളെ സ്പർശിക്കണമേ. അവരനുഭവിക്കുന്ന മാനസിക ദുഃഖങ്ങളിൽ നിന്ന്, മക്കളെ പ്രതിയുള്ള നൊമ്പരങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. പരിശുദ്ധ അമ്മ മാതാവേ, തിരുകുടുംബത്തിന്റെ നാഥേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ അമ്മയെ ഏറ്റെടുക്കണമേ. അമ്മ തന്നെ എല്ലാം ക്രമപ്പെടുത്തണമേ. ശൗസേ പിതാവേ, പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങളെ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. എല്ലാവരും ശാന്തമായി ഇരുന്നേ. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ടെക്സ്റ്റായി അയയ്ക്കുക. അല്ലെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിഷയങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ എന്തുമാവട്ടെ, നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായവനാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളെല്ലാം ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അറിയിക്കുക.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വചനത്തിൽ കർത്താവ് മാതാപിതാക്കളായ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എത്ര മനോഹരമായ കർത്താവിൻ്റെ വചനമാണിത്. നമ്മൾ ഒത്തിരിയേറെ പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത തിരുവചന ഭാഗമാണിത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എൻ്റെ സഹോദരങ്ങൾ, ഇത് പറയുന്നത് കർത്താവായ യേശുവാണ്. മാതാപിതാക്കൾ എന്ന നിലയിൽ ഇന്ന് നമ്മുടെ ഹൃദയം ഒരുപാട് അസ്വസ്ഥമാണ്, പ്രത്യേകമായി നമ്മുടെ മക്കളെ ഓർത്ത്. അവരുടെ ജീവിതം, അവരുടെ ഭാവി, അവരുടെ പഠനം, അവർ അനുഭവിക്കുന്ന ചില അടിമത്വങ്ങൾ, അവരുടെ ജീവിതത്തിലുള്ള പാപ ദുശീലങ്ങൾ, മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, കഞ്ചാവിൻ്റെ, പ്രണയ കുരുക്കുകൾ, തെറ്റായ ബന്ധങ്ങൾ, വഴിവിട്ട ജീവിതങ്ങൾ, പാപമ്ലേച്ഛതയുടെ അടിമത്വങ്ങൾ, വിശ്വാസരാഹിത്യം, കുദാശകളില്ലാത്ത ജീവിതം, പ്രാർത്ഥനയില്ല, ദൈവവചനമില്ല, ദൈവവിശ്വാസമില്ല. അതുപോലെ തന്നെ പല മക്കളും ഡിവോഴ്സായി നിൽക്കുന്നു. പ്രിയപ്പെട്ട മകൻ്റെ ജീവിതം തകർന്നു, തങ്ങളുടെ മകളുടെ ജീവിതം താറുമാറായി. കുടുംബ തകർച്ച മൂലം വേദനിക്കുന്ന മക്കള്, അവരെ പ്രതി നൊമ്പരപ്പെടുന്ന മാതാപിതാക്കൾ, തങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ പോകുന്നു. ഇതിനോർത്ത് വേദനിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മക്കളെ പ്രതിയുള്ള നമ്മുടെ വേദനയും ആകുലതയും എന്തുമാകട്ടെ, കർത്താവായ യേശു തൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക. കാരണം ഹൃദയം അസ്വസ്ഥമായാൽ ജീവിതം മൊത്തം അസ്വസ്ഥമാകും. പിശാചിനത് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ പലവിധ വ്യഗ്രതകളാലും ആകുലതകളാലും വേദനകളാലും മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളാലും നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കാൻ സദാസമയം പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഇത് സാത്താൻ്റെ കൊടും ചതിയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം മക്കളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, അവർ അനുഭവിക്കുന്ന അടിമത്തങ്ങളെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, വിശ്വാസമില്ലാത്ത അവസ്ഥ, മാനസാന്തരമില്ലാത്ത അവസ്ഥ, വിവിധങ്ങളായ പാപമ്ലേച്ഛതകൾ, എന്തുമാവട്ടെ, കർത്താവ് പറയാണ്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പലവിധ വ്യഗ്രതകളുടെയും ആകുലതകളുടെയും കാരണം എന്താണ്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് വിശ്വാസമുണ്ട്, എന്നാൽ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ മുൻപിൽ പ്രതിസന്ധികൾ ഉയർത്തുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ വ്യതിചലനമുണ്ടാവുകയാണ്. പ്രതിസന്ധിയുടെ നടുവിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിൽ, കഠിനമായ സഹനത്തിൻ്റെ തീച്ചുളയിൽ കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിക്കുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പലപ്പോഴും നമുക്ക് കഴിയാതെ വരുന്നു. ഇതാണ് നമ്മുടെ ആകുലതയുടെ കാരണം. കർത്താവിൻ്റെ പരിപാലനയിൽ, കർത്താവിൻ്റെ വചനങ്ങളിൽ, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് വിശ്വസിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. കാരണം എന്താ? ഇതിന് നേരെ വിപരീതമായാണ് നമ്മുടെ മുൻപിൽ പ്രതിസന്ധികൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നത്. മക്കളെ പ്രതിയുള്ള വേദനകളും ഭാരങ്ങളും നമ്മെ ഒരുപാട് അലട്ടുമ്പോഴോ ഈ പ്രോമിസുകളിൽ പലപ്പോഴും വിശ്വസിക്കാൻ, ചങ്കുറപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട്. ഫിലിപ്പി 4:6 ആ വചനം.
ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. മാതാപിതാക്കളെ കുറിച്ച് കർത്താവ് പറയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട. പ്രിയ മാതാവേ, പിതാവേ, നിന്റെ കുഞ്ഞിനെ കുറിച്ച് നീ ആകുലപ്പെടേണ്ട. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? മക്കളെ പ്രതി പ്രാർത്ഥനയിലും കൃതജ്ഞതാ സ്തോത്രങ്ങളിലും യാചനകളിലും നമ്മുടെ വേദനകൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുവീൻ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ വഴി നമ്മോട് ഇതാണ് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത്. ആകുലപ്പെട്ട് മനസ്സിടിഞ്ഞ് നിരാശിതരായി നരകതുല്യമായി എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ജീവിക്കരുതേ. നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കരുതേ. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തുമാവട്ടെ, അതിനേക്കാൾ എത്രയോ വലിയവനാണ് നമ്മുടെ കർത്താവായ യേശു. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ആകുലപ്പെടരുത്, മറിച്ച് പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ, നമ്മുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കണം. നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. 1 പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാം വചനത്തിൽ എന്താണ് വചനം പറയുന്നത്? ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എത്ര കൃത്യമായ കർത്താവ് പറയുന്നത്! നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം, ഭാരങ്ങൾ, ആകുലതകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ്. കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഒരു ഫോൺ കോൾ വരികയാണ്. മേരി അടിമാലിയിൽ നിന്നാണ്. കൊച്ചുമകനെ ഓർത്ത് മദ്യപാനം, മയക്കുമരുന്ന്, വഴക്ക് മൂലം ആ മകനെ ഓർത്ത് വേദനിക്കുന്ന കുടുംബം. നമുക്കത് ശ്രദ്ധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവെ സ്തുതിക്കുന്നു. ഹലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അടിമാലി എന്നാ വിളിക്കണേ അല്ലേ? അതെ ബ്രദറെ, അടിമാലിന്നാണ്. എന്താണ് വിഷയം? എന്റെ മോളുടെ മോന് മദ്യപാനം, മയക്കുമരുന്ന്, ഈ ഒത്തിരി ചീത്ത കൂട്ടുകെട്ടുകള് അതില് പെട്ട് പോയിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അവൻ എന്ത് പ്രായമുണ്ട് അവനെ? പ്രായം 24 വയസ്സുണ്ട് ഇപ്പൊ. 24 വയസ്സ് പ്രായം അല്ലേ? പ്രായം. അതെ. അവന്റെ പേരെന്താ അവന്റെ പേര് ജിത്തു എന്നാണ് ബ്രദറെ. ജിത്തു അല്ലേ? നമുക്ക് ജിത്തു മോനെ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വരാനും ഇതുപോലെ പാപബന്ധനത്തിലായിരിക്കുന്ന അനേക മക്കൾക്ക് ഈശോ നൽകുന്ന വിമോചനം ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം കേട്ടോ. ആകുലപ്പെടേണ്ട. നമ്മൾ വചനത്തിൽ കണ്ടില്ലേ, ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. അപ്പോൾ മക്കളെ പ്രതിയുള്ള അല്ലെങ്കിൽ കൊച്ചുമക്കളെ പ്രതിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, യാചനകളെല്ലാം വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധി നമ്മൾ നിലവിളിയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ വിഷയത്തിൽ കർത്താവിന് ശക്തി ഇറങ്ങി വരും. പൂർണ്ണമായിട്ട് വിശ്വസിക്കട്ടോ. പ്രത്യേകിച്ച് ഈ വചനം വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാമത്തെ വചനം. പരിശുദ്ധാത്മാവിൻ്റെ തീ, പരിശുദ്ധാത്മ ശക്തി പ്രിയ ആ കുഞ്ഞിൽ ഇറങ്ങാനായിട്ട്, ജിത്തുവിൽ ആത്മാവിൻ്റെ ശക്തി കടന്നു വരാൻ വേണ്ടി മിച്ചിയും കുടുംബവും വിശ്വാസത്തോടെ, തീഷ്ണതയോടെ, നമ്മൾ മനസ്സ് ഭാരപ്പെട്ട് വിഷമിച്ച് അസ്വസ്ഥപ്പെടാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടും കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് ഒന്നിച്ച് എൻ്റെ സഹോദരങ്ങളെ, ഈ കുടുംബത്തിന് വേണ്ടി, ജിത്തുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ മദ്യപാനത്തിലും പാപമ്ലേച്ഛതയിലും വിശ്വാസം നഷ്ടപ്പെട്ട് ചീത്ത കൂട്ടുകെട്ടുകളുമായി ജീവിക്കുന്ന ആയിരക്കണക്കിന് മക്കള് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്.
ഒരുപാട് ക്രൈസ്തവ യുവമക്കൾ ഇന്ന് പലപ്പോഴും വിശ്വാസമില്ലാതെ ജീവിക്കുകയാണ്. അവർക്ക് കുദാശകൾ വേണ്ട, വചനം വേണ്ട, പ്രാർത്ഥന വേണ്ട. പകരം ചീത്ത കൂട്ടുകെട്ടുകളും മ്ലേച്ഛ ജീവിതവുമായി വഴിതെറ്റിപ്പോകുന്ന ഒരുപാട് നമ്മുടെ കുഞ്ഞുങ്ങൾ. നമുക്ക് കണ്ണുനീരോടെ നമ്മുടെ മക്കളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. പൗലോസ്ലീഹായുടെ വചനം നമ്മൾ കണ്ടു. നിങ്ങളുടെ അപേക്ഷകളും യാചനകളും പ്രാർത്ഥനകളും നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നമുക്ക് ജിത്തുവിനെ ഇതുപോലെ അടിമത്തത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിന്റെ തീയിറങ്ങുവാൻ നമ്മൾ ഒന്നിച്ച കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച ഈശോയെ കൃപൊഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, പരിശുദ്ധാത്മ അഭിഷേകം ഇറങ്ങട്ടെ. പിശാച് കെട്ടിവെച്ച മദ്യപാനത്തിന്റെ, അവിശ്വാസത്തിന്റെ, മ്ലേച്ഛതയുടെ, ചീത്ത ബന്ധങ്ങളുടെ, വിശ്വാസരാഹിത്യത്തിന്റെ സകല കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ അഴിഞ്ഞു മാറട്ടെ. സ്തുതിക്കുന്നു. ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എൻ്റെ സഹോദരങ്ങളെ, എത്ര കുടുംബങ്ങളാണ് ഇതുപോലെ മക്കളെ ഓർത്ത്, കൊച്ചു മക്കളെ ഓർത്ത് എല്ലാം വിവിധങ്ങളായ വിഷയങ്ങളെ പ്രതി ഭാരപ്പെട്ടിരിക്കുന്നത്. ഓരോ ദിവസവും എന്തുമാത്രം ഫോൺ കോളുകളാണ് ഷെക്കൻ ന്യൂസിൻ്റെ ഓഫീസിലോട്ട് വരുന്നത്. വിവിധ വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന നൂറുകണക്കിന് മനുഷ്യരെ വിവിധ ആവശ്യങ്ങളുമായി വിളിക്കുകയാണ്. അതിൽ നല്ലൊരു ശതമാനം മക്കളെയോർത്ത് വിവിധങ്ങളായ വിഷയങ്ങളിൽ വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ഫോൺ കോളുകളാണ്. ഒത്തിരി സങ്കടമുണ്ട് സഹോദരങ്ങളെ. എങ്കിലും കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നമ്മൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മാർക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നിലവിളി മറികടന്നു പോകുവാൻ ഒരിക്കലും കർത്താവായ യേശുവിന് സാധിക്കില്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ ജനത്തിൻ്റെ നിലവിളിയുടെ മുൻപിൽ കർത്താവ് നിൽക്കും. നമ്മുടെ നിലവിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. കേൾക്കുന്നവൻ മാത്രമല്ല, ആ നിലവിളിക്ക് ഉത്തരം നൽകുന്നവനുമാണ്. മക്കളെ ഓർത്തുള്ള ദൈവസന്നിധിയിൽ നമ്മുടെ നിലവിളിയാർന്ന പ്രാർത്ഥനകൾ ഒരിക്കലും പാഴായി പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. കാരണം കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 48-49 വചനങ്ങളിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? അന്ധനായ ബർത്തൂമിയൂസിനോടാണ് ജനക്കൂട്ടം പറഞ്ഞു, നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ പലരും ശകാരിക്കുകയാണ്. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. 49-ാമത്തെ വചനം പറയുന്നു, യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു. ആ വചനം എല്ലാവരും നേറ്റു പറഞ്ഞ്, യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു. അന്ധനായ ബർത്തൂമിയൂസിന്റെ നിലവിളിയുടെ മുൻപിൽ സർവശക്തനും സർവാധിപനുമായ ദൈവം നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ നിലവിളിയുടെ മുൻപിൽ, നമ്മുടെ കണ്ണുനീരിന്റെ മുൻപിൽ കർത്താവ് നിൽക്കുകയാണ്. നമ്മുടെ കണ്ണുനീരിനെ മാനിക്കുന്നവനാണ് നമ്മുടെ ഈശോ. നമ്മുടെ കണ്ണുനീര് മറികടന്ന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കർത്താവിന് സാധിക്കുകയില്ല. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കർത്താവിൻ്റെ ചലനത്തെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നിലവിളിക്കുന്ന ഹൃദയ തകർച്ചയോടെ, വിശ്വാസത്തോടെ തൻ്റെ നാമം വിളിച്ച് നിലവിളിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ നിലവിളിയുടെ മുൻപിൽ സർവശക്തനായ ദൈവം നിൽക്കുകയാണ്. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? അവനെ വിളിക്കുക, അവനെ വിളിക്കുക. അവന്റെ നിലവിളിക്ക് കർത്താവ് ആ നിലവിളി കേൾക്കുക മാത്രമല്ല, അതിനുത്തരം കൊടുക്കുകയാണ്. എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മക്കളെ പ്രതിയുള്ള നിങ്ങളുടെ നിലവിളിക്ക് കർത്താവ് ഉത്തരം നൽകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
നിങ്ങൾ അനുഭവിക്കുന്ന ഈ നീറുന്ന ദുരിതങ്ങളിൽ കർത്താവിന്റെ ശക്തി ഇറങ്ങി ആ ബന്ധനത്തിൽ നിന്ന്, മക്കൾ അനുഭവിക്കുന്ന പൈശാചിക പീഡകളിൽ നിന്ന് അവർക്ക് വിമോചനം നൽകും, അവർക്ക് വിമോചനം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കർത്താവ് യേശു അതിന് മതിയായവനാണെന്ന് എന്റെ മാതാപിതാക്കളെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എങ്കിൽ കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ശക്തിയോടെ സ്തുതിച്ച് ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. നിലവിളി കേൾക്കുന്ന ദൈവം, ആ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ദൈവം. ദൈവത്തിന്റെ വചനം പറയുന്നു, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വചനം. എന്താ പരിശുദ്ധ വചനം പറയുന്നത്? കർത്താവ് വീണ്ടും അരുളി ചെയ്തു, കർത്താവ് വീണ്ടും അരുളി ചെയ്ത്, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദന ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. എൻ്റെ സഹോദരങ്ങളെ, 3 കാര്യങ്ങളെ കർത്താവ് പറയുന്നത്. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ ദൈവാത്മാവ് തന്നൊരു വചനമാണിത്. മക്കളെ പ്രതിയുള്ള നമ്മുടെ ക്ലേശങ്ങളും യാതനകളും കർത്താവ് കേൾക്കുന്നുണ്ട്. വചനം എന്താ പറയുന്നത്? അവരുടെ ക്ലേശങ്ങൾ കർത്താവ് കണ്ടു. മക്കളെ പ്രതി ദിനം പ്രതി ഓരോ ദിവസവും നീറി വേദനയോടെ കഴിയുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് പലരും. ആ ക്ലേശങ്ങൾ പാഴായി പോകുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ ക്ലേശങ്ങൾ കാണുന്ന ഒരു കർത്താവുണ്ട്. കാണുക മാത്രമല്ല, നമ്മുടെ നിലവിളി കർത്താവ് കേൾക്കുകയാണ്. അവരുടെ നിലവിളി കർത്താവ് കേട്ടു. അവരുടെ സങ്കടം കർത്താവ് കേട്ടു. അവരെ ഹൃദയ തകർച്ചയോടുകൂടിയുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കുകയാണ്. 3-ാമത് എന്താ പറയുന്നത് ആ വചനത്തിൽ? അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും നാട്ടുകാരോടും നമ്മുടെ സ്വന്തക്കാരോട് പോലും പറയാൻ പറ്റാത്ത വിധം നമ്മുടെ മക്കളുമായി ബന്ധത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾ ആരോടും പറയാൻ കഴിയാത്ത വിധം ചിലപ്പോൾ സങ്കീർണമാകാം. പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാകും. നമ്മുടെ കുടുംബം ചിലപ്പോൾ അപമാനിതമാകും. ഇതിൻ്റെ എല്ലാം പേരിൽ ഇതെല്ലാം ഹൃദയത്തിൽ ഇങ്ങനെ അടക്കി വെച്ച് ആരോടും പറയാൻ പറ്റാത്ത ഒത്തിരി സങ്കടങ്ങളുമായി ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. കർത്താവിൻ്റെ വചനം പറയാ, ഞാനതെല്ലാം അറിയുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ മാനസിക നൊമ്പരവും, ആരോടും പറയാൻ കഴിയാത്ത ചില സങ്കടങ്ങൾ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആരെ സഹായിക്കാൻ, ആരൊരു ആശ്വാസം തരാൻ? പറഞ്ഞാലും ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന ഓരോ നീറുന്ന നൊമ്പരവും കർത്താവ് അറിയുന്നുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നത്, സങ്കീർത്തന പുസ്തകത്തിൽ ദൈവത്തിന് വചനം പറയുകയാണ്. 34-ാം സങ്കീർത്തനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം മുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നുറുകിയ ഹൃദയങ്ങൾക്ക് കർത്താവ് സമീപസ്ഥനാണ്. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, കർത്താവ് ഏറ്റവും സമീപസ്ഥമായിരിക്കുന്നത് ആർക്കാണ്? ഹൃദയം നുറുങ്ങിയവർക്കാണ്. ആരുമില്ലെന്ന് ചിന്തിക്കരുത്. എല്ലാവരും കൈവെടിഞ്ഞെന്ന് ചിന്തിക്കരുത്. ഈ പ്രതിസന്ധിയിൽ എല്ലാവരും ഞങ്ങളെ കൈവിട്ടു എന്ന് നിങ്ങൾ കരുതരുത്. കർത്താവ് വാഗ്ദാനം തരികയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് ഞാൻ വളരെ സമീപസ്ഥനാണ്. കർത്താവ് വളരെ ക്ലോസ് ആണ് കർത്താവ്. എത്രയോ വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് മറ്റൊരു ഫോൺ കോൾ വരുന്നുണ്ട്. നമുക്ക് ആ കോൾ നമുക്കൊന്ന് എടുക്കാം. എത്ര മാതാപിതാക്കളാണ് കണ്ണുനീരോടുകൂടി അവരെ വിളിക്കുകയും നിയോഗങ്ങൾ അയക്കുകയും ചെയ്യുന്നത്.
റീമ എന്ന് പറയുന്ന ഒരു സഹോദരി എറണാകുളത്താണ്. മകൾ 9 വയസ്സാണ്. ഹലോ. ഹലോ. എന്റെ മോൾക്ക് ഭയങ്കര പേടിയാണ്. എല്ലാ കാര്യത്തിനും അവൾക്ക് പേടിയില്ല. അവൾക്ക് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ് അവള്. ഈ കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ കലാപം കണ്ട് ന്യൂസ് അറിഞ്ഞിട്ട് അവളിരുന്ന് കരയുവാണിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ ന്യൂസ് വരുമ്പോഴും അവൾക്ക് നമ്മുടെ വീട്ടിൽ സംഭവിച്ചതുപോലുള്ള കരച്ചിലാണ് അവള്. നമ്മളങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെന്നാലും അവള് വല്ലാണ്ടാണ് അങ്ങോട്ട് കരയണ. ആ കരച്ചിൽ കാണുമ്പോ നമ്മുടെ ശക്തി ചോർന്നു പോണ പോലെയാണ്. വളരെ സെൻസിറ്റീവ് ആവുന്നല്ലേ അങ്ങനെയുള്ള അവള് ചെറുപ്പത്തിലെ തൊട്ട് ശാലോം ടിവിയിൽ കർണക്കുന്ന് കാണുമ്പോ 1.5 വയസ്സുള്ളപ്പോ തൊട്ട് അവള് കരയിട്ട് അടുത്തുള്ള ആൾക്കാർ എന്നെ വഴക്കിടുമായിരുന്നു. അവള് എന്ത് മനസ്സിലായിട്ടാണ് ഓഫ് ചെയ്ത് വെക്കാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തരത്തിൽ കർത്താവിന്റെ ഒരു അനോയിന്റിങ് ആണ്. എങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനൊരു ശക്തിയും നമുക്ക് ഇങ്ങനെയുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഒരു ബലമൊക്കെ ആവശ്യമാണ്. മോളുടെ പേര് അവളുടെ പേര് ഷാരോൺ അല്ലേ? നമുക്ക് ഷാരോണിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവിൻ്റെ ആത്മാവളെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മ വരുമ്പോൾ ശക്തി പ്രാപിക്കുന്നതാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ കുഞ്ഞിനെ എംപവർ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. ഇതുപോലെയുള്ള ചില അസ്വസ്ഥതകൾ, ഭാരങ്ങളുള്ള കുഞ്ഞുങ്ങൾ പലരും ഉണ്ട്. ഇപ്പോൾ പല വിധത്തിൽ നമുക്ക് ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമുക്ക് ഷാരോൺ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ അറിവും പരിശുദ്ധാത്മ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആ കുഞ്ഞിലേക്കും ഇതുപോലുള്ള അനേകം കുഞ്ഞുങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ കുടുംബത്തോട് ചെന്ന് പ്രിയപ്പെട്ട സഹോദരി റീനയോടും ആ കുഞ്ഞിൻ്റെ പിതാവിനോടും ചേർന്ന് നമ്മൾ ഒന്നിച്ച് കർത്താവിന് നാമം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളിൽ അകാരണമായ ഭയങ്ങള്, അസ്വസ്ഥതകള് കർത്താവ് എടുത്തു മാറ്റണമേ, അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. പ്രാർത്ഥിക്കുവാൻ, പഠിക്കുവാൻ, വിശ്വാസത്തിൽ വളരാൻ, വചനത്തിൽ ആഴപ്പെടാൻ, ദൈവകൃപയിൽ പെരുകുവാൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. സഹോദരി, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വചനം മോൾക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം കേട്ടോ. ലൂക്ക 2:52. ആ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ കുഞ്ഞ് നിറയുമ്പോൾ ആ മേഖലകളിൽ പരിശുദ്ധാത്മാവ് തന്നെ ഒരു ക്രമീകരണം തരും കേട്ടോ. അതിനോട് ഭാരപ്പെടണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രൈസലോ, പ്രൈസലോ. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ശുശ്രൂഷയെ വീണ്ടും തുടരാം. ഒത്തിരിയേറെ കുടുംബങ്ങൾ, ഒത്തിരി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയാണ്, വേദനിക്കുകയാണ്. ഇപ്പോൾ ഷാരോൺ കുഞ്ഞ്, അവൾ മറ്റടിമത്തങ്ങളൊന്നുമല്ല, നല്ല ദൈവഭയമുള്ളൊരു കുഞ്ഞാണ്. അത് അവളുടെ സ്വന്തം വേദനയായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ആ കുഞ്ഞിന് അങ്ങനെ തോന്നുന്നത്. അതൊരു ദൈവകൃപയുടെ അടയാളമാണ്, ദൈവഭയത്തിൻ്റെ അടയാളമാണ്. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സംയമനമൊക്കെ ആ കുഞ്ഞിനെ കിട്ടാനും വളർന്നു വരുമ്പോൾ ഇതുപോലെയുള്ള കൃപയും സംയമനമൊക്കെ അനേകം കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും തകർച്ചകളും വന്നാലും ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. സാഹചര്യങ്ങൾ എന്തുമാത്രം കലുഷിതമാണെങ്കിലും പ്രശ്ന സങ്കീർണമാണെങ്കിലും നമ്മുടെ മക്കൾ നേർവഴിയില്ലാതെ പോകുന്നു, വിശ്വാസം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നു, വിവിധ പാപമ്ലേച്ഛതയിൽ ജീവിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വചനം. പരിശുദ്ധ വചനം എന്താ പറയുന്നത്? നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മെ വിളിച്ചിരിക്കുന്ന കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള അനേകം വാഗ്ദാനങ്ങൾ പരിശുദ്ധ ബൈബിളിലുണ്ട്.
ഇത് കർത്താവാണ് നമുക്ക് തന്നിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ച് ഈ വചനങ്ങൾ മക്കൾക്ക് വേണ്ടി നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ യാചന പ്രാർത്ഥന നടത്തുമ്പോൾ, നമ്മൾ നിലവിളിക്കുമ്പോൾ, ഈ വചനത്തിൻ്റെ കൃപ, ഈ വചനത്തിൻ്റെ അഭിഷേകം മുദ്രയായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് നൽകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 23-ാം വചനത്തിൽ വീണ്ടും ദൈവത്തിന്റെ വചനം പറയാണ്, നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. എൻ്റെ എല്ലാ സഹോദരങ്ങളും ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവ്, നിങ്ങൾ ഈ കുരിശിലോട്ട് നോക്കിയേ. നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്ന കർത്താവ്, മക്കളെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ആരാ തന്നിരിക്കുന്നത്? വിശ്വസ്തനായ കർത്താവാണ്. ഈ കർത്താവ് വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ, മക്കളെ കുറിച്ച് ദൈവം തന്നിരിക്കുന്ന ഓരോ വാഗ്ദാന വചനം, അത് പ്രത്യാശയോടെ നമ്മുടെ മക്കളിൽ അനുഗ്രഹമായി, കൃപയായി, സൗഖ്യമായി, വിമോചനമായി, അഭിഷേകമായി മാറുവാൻ നമ്മൾ പ്രത്യാശയോടെ ഈ വചനങ്ങൾ ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരാകണമെന്ന് മാതാപിതാക്കളായ നമ്മോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ ഇങ്ങനെ വളരെ സങ്കീർണമാകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടരുത്. നമ്മൾ നിരാശപ്പെട്ട് തളർന്നു പോകരുത്. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കരുത്. കർത്താവിൻ്റെ വചനങ്ങൾ അവിശ്വസിക്കരുത്. പ്രത്യാശ ഏറ്റുപറയുന്നതിൽ ഓരോ പിതാവും മാതാവും സ്ഥിരതയുള്ളവരായിരിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനത്തിന് പരാജയമില്ല. വചനം ഈശോയാണ്. വചനം സത്യമാണ്. വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. വചനത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മക്കളിൽ, നമ്മുടെ തലമുറകളിൽ, കുടുംബങ്ങളിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നാം ഏറ്റുപറയുന്നതിൽ, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. പൗലോസ്ലീഹ റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ തലയ്ക്ക് മുകളിൽ കർത്താവ് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ആ അരിപ്പയുടെ പേരെന്താണെന്നറിയോ? റോമർ 8:28 എന്നാണ്. ഈ അരിപ്പയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തും വന്ന് വീഴുവാൻ കർത്താവ് അനുവദിക്കുകയുള്ളൂ. ചിലർ ചിന്തിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ആയത്, എൻ്റെ കുടുംബത്തിന് ഈ പരാജയമുണ്ടായത്, ഞങ്ങൾക്ക് ഈ കൊടിയ സകലം എന്തുകൊണ്ട് കർത്താവ് നീ അനുവദിച്ചു, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട കർത്താവേ, എൻ്റെ കുഞ്ഞ് മദ്യപാനത്തിലും മ്ലേച്ഛതയിലും എൻ്റെ കുഞ്ഞിൻ്റെ കുടുംബ ജീവിതം തകർന്നു പോയി, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത അവസ്ഥ വർഷങ്ങളായിട്ട്, പല മക്കളും തെറ്റായ ബന്ധങ്ങളിൽ പ്രണയക്കുരുക്കുകളിൽ പെട്ടിരിക്കുന്നു, കുടുംബം വേണ്ട, മാതാപിതാക്കൾ വേണ്ട, വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പല മക്കളും. കർത്താവേ, എന്തുകൊണ്ട് ഈ പരാജയം ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചു, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട കർത്താവേ എന്ന് ചോദിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആ വചന ഉച്ചത്തിൽ ഒരുമിച്ച് വായിച്ചേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ശ്രദ്ധിച്ച നിങ്ങളെ വചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി മാറ്റുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു. ഈ അരിപ്പയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തും വരുവാൻ കർത്താവ് അനുവദിക്കുകയുള്ളൂ. മാതാപിതാക്കളെ, മക്കളെ ഓർത്ത് വേദനിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്.
വിഷാദത്തിലേക്ക് പോകരുത്. ഈ പ്രതിസന്ധികളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്നതാണ് കർത്താവിന്റെ വിശ്വസ്തത. ഓ ജീസസ്, ഈ പ്രതികൂലങ്ങളെ കൃപയായി മാറ്റുവാൻ കഴിയുന്നതാണ് കർത്താവിന്റെ സ്നേഹം. നമ്മൾ അനുഭവിക്കുന്ന ഈ കണ്ണുനീര്, ഈ ദുഃഖ ദുരിതങ്ങള്, ഈ നൊമ്പരങ്ങളെ അഭിഷേകമാക്കി മാറ്റുവാൻ കഴിയുന്നവൻ എത്രേ നമ്മുടെ കർത്താവായ യേശു. എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു, എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. മാനുഷികമായി ചിന്തിച്ചാൽ നമുക്ക് തോന്നും, എന്താ ഇതിലെ നന്മ? എൻ്റെ കുടുംബത്തിൽ ദുരിതം മാത്രമേ ഉള്ളൂ, എൻ്റെ കുഞ്ഞുങ്ങളിൽ സങ്കടം മാത്രമേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചിട്ടും ധ്യാനങ്ങളിൽ പങ്കെടുത്തും വചനം വായിച്ചും കുദാശകൾ സ്വീകരിച്ച് ജീവിച്ചും ഈ തകർച്ചയും പ്രശ്നവും മാത്രമേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, അതിനെ അറുതി വരുത്താൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു സമയമുണ്ട്. നമുക്കായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മഹത്വപൂർണമായൊരു സമയം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറിയസ് ഡേ, ഗ്ലോറിയസ് ഡേ. നിരാശപ്പെടരുതേ, ആകുലപ്പെടരുത്, വിഷാദത്തിൽ ആണ്ടുപോകരുത്. 34-ാം സങ്കീർത്തനം 5-ാം വചനം തരുന്ന വാഗ്ദാനം എന്താണ്? അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അവർ ലജ്ജിതരാവുകയില്ല. ദൈവത്തിന്റെ വചനം പറയാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. എൻ്റെ സഹോദരങ്ങളെ, ഈ സഹനങ്ങളിലും വേദനകളിലും പ്രിയ മാതാവേ, പിതാവേ, നാം കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കണം. നല്ല സന്തോഷത്തോടു കൂടി മകളെ വിവാഹം കഴിപ്പിച്ചതാ, അല്ലെങ്കിൽ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാ. 2 വർഷമാകുമ്പോഴേക്ക് ഡിവോഴ്സായി. മകന്റെ കുടുംബജീവിതം തകർന്നു, മകളുടെ കുടുംബജീവിതം താറുമാറായി. വിവാഹമോചനം കേസായി, വിഷയങ്ങളായി, പ്രശ്നങ്ങളായി. ഇപ്രകാരം വേദനിക്കുന്ന പല മാതാപിതാക്കള്. മക്കളുടെ വിവാഹം കഴിഞ്ഞ പക്ഷെ മക്കളില്ലാതെ വേദനിക്കുന്നു. ഇതുമൂലം മക്കളെ പ്രതി ഭാരപ്പെടുന്ന പേരൻസ്. നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ സഹോദരങ്ങളെ, കർത്താവ് വിശ്വസ്തനാണ്, കർത്താവ് വിശ്വസ്തനാണ്. നമുക്കൊരു കോൾ വരുന്നു, ത്രേസ്യ നിലമ്പൂരിൽ നിന്നാണ്. മക്കൾ 2 പേരും യഹോവ സാക്ഷികള് ആ വിശ്വാസത്തിലേക്ക് പോയി. അത് വളരെ നമുക്കറിയാം. യഹോവ സാക്ഷികൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരാണ്. സത്യപ്രബോധനങ്ങളിൽ നിന്ന്, സത്യവചനങ്ങളിൽ നിന്ന്, സത്യവിശ്വാസത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്ന അനേകം മക്കൾ ഈ പല പല സെക്റ്റുകളിലേക്ക് ഒക്കെ വഴിമാറിപ്പോ. എമ്മാനുവൽ എംബറർ പോലെയുള്ള പല സെക്റ്റുകൾ, അതിനേക്കാൾ അപകടകരമാണ് യഹോവ സാക്ഷി. നമുക്ക് ആ അമ്മച്ചിയുടെ ഫോൺ കോൾ നമുക്കൊന്ന് കേൾക്കാം. ആ, പ്രൈസ് ദി ലോർഡ് അമ്മച്ചി. ആ, നിലമ്പൂരിൽ വിളിക്കണേ അല്ലേ? ആ, മക്കള് യഹോവ സാക്ഷികളിലേക്ക് പോയില്ലേ? അപ്പൊ അവർക്ക് പരിശുദ്ധ കുർബാനയില്ല, അവർ കുർബാനയും പ്രാർത്ഥനയും വചനത്തിലോട്ടൊന്നും വരുന്നില്ല അല്ലേ? ഞങ്ങൾക്ക് 2 മക്കളാ ഉള്ളേ. അവർ രണ്ടുപേരും സഭ വിട്ടുപോയി, സത്യവിശ്വാസം വിട്ടുപോയി. എത്ര വർഷമായി ഈ 2 മക്കളും യഹോവ സാക്ഷികളിലേക്ക് പോയിട്ട്? 8 വർഷത്തോളമായി. ഈശോയെ, 8 വർഷത്തോളായി അല്ലേ? അവര് കൂടെ താമസിക്കുന്നുണ്ടോ അതോ അവര് വേറെ സ്ഥലത്താണോ താമസിക്കുന്നത്? നമ്മൾ കൂടെ ഇല്ല, അവര് തന്നെയാ താമസിക്കുന്നത്. അവര് വേറെ അവരുടെ മാതാപിതാക്കളുടെ കൂടെയാ താമസിക്കുന്നത് 2 പേരും. ഓക്കെ. അവരുടെ മാതാപിതാക്കൾ നമ്മൾ മനസ്സിലായില്ല. അവരുടെ മാതാപിതാക്കൾ അവര് അവര് വേറെ അവര് ഒരു സെവന്തിലേക്കാരാണ്. ഓ, അപ്പൊ അവിടുന്ന് വാങ്ങിച്ച് അവരുടെ കൂടെ താമസിക്കുകയാണ് അല്ലേ? അപ്പൊ അമ്മച്ചിയും പിന്നെ ഭർത്താവുണ്ടോ കൂടെ? ഭർത്താവുണ്ട്, കൂടെയുണ്ട്. ഞങ്ങൾ 2 പേരും തന്നെയുള്ളൂ. ഈശോ, മക്കളെ പ്രതിയുള്ള സങ്കടം വേദനയാണല്ലേ? അതെ. എന്താണ് മക്കളുടെ പേര്? മൂത്ത മകന്റെ പേര് തോമസ്. രണ്ടാമത്തെ മകന്റെയോ? എമ്മാനുവൽ. 2 നല്ല പേരുകൾ, തോമസും എമ്മാനുവൽ അല്ലേ?
അമ്മച്ചി വിഷമിക്കേണ്ട. നമുക്ക് അവരുടെ മേൽ സത്യവിശ്വാസത്തിൻ്റെ അരൂപി കടന്നു വരുവാനായിട്ട്, സത്യപ്രബോധനത്തിലേക്കും സത്യവിശ്വാസത്തിലേക്കും പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് അവർ തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇതുപോലെ സത്യപ്രബോധനം വിട്ടുപോയി പല സെക്റ്റുകളിലേക്ക്, ഇതുപോലെയുള്ള പല കൂട്ടായ്മകളിലേക്ക് പോയിരിക്കുന്ന മക്കൾ, സഹോദരി സഹോദരങ്ങളൊക്കെ ഒരു സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ഈ സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആയിരക്കണക്കിന് വ്യക്തികളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിനെ കണ്ണീര് കണ്ടു. 2 ആൺമക്കളുണ്ടായി. ആ 2 ആൺമക്കളും മാതാപിതാക്കളെ വിട്ട്, കുടുംബം വിട്ട്, സത്യവിശ്വാസം വിട്ട് യഹോവ സാക്ഷികൾ വിശ്വാസത്തിലേക്ക് പോയി. യേശുക്രിസ്തുവിനെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഒരു കൂട്ടായ്മയാണത്. അതൊരിക്കലും സത്യവിശ്വാസമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, സത്യവിശ്വാസത്തിന്റെ വെളിച്ചം ആ മക്കൾക്ക് ലഭിക്കാൻ. ഇതുപോലെ സത്യവിശ്വാസം കെട്ടുപോയ അനേകം ജീവിതങ്ങളിൽ സത്യവിശ്വാസത്തിന്റെ തീ പടരുവാൻ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കെട്ടുകൾ അഴിയട്ടെ, പൈശാചിക പീഡ വിട്ടൊഴിയട്ടെ. തെറ്റായ പ്രബോധനങ്ങൾ, വിചിത്രമായ പ്രബോധനങ്ങൾ, പൈശാചിക പ്രബോധനങ്ങൾ, അപ്രകാരം പ്രബോധനങ്ങൾ നിർവീര്യമായി പോകട്ടെ. സത്യവിശ്വാസത്തിന്റെ അരൂപി ആ മക്കളിൽ നിറയട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സഭ വിട്ടുപോയ, സത്യപ്രബോധനം നഷ്ടപ്പെട്ടു പോയ, സത്യവിശ്വാസം നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കളിലേക്കും, എല്ലാ വ്യക്തികളിലേക്കും ഈ സത്യവിശ്വാസത്തിന്റെ ആത്മാവ് കടന്നു വരട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ആ കുടുംബത്തിന് കണ്ണീര് കണ്ട് ആശ്വാസം കൊടുക്കണമേ. കർത്താവേ, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കണം, കുടുംബത്തെ ആശ്വസിപ്പിക്കണം. ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. പ്രത്യേകിച്ച് എല്ലാ ദിവസവും 3 ദൈവ കരുടക്കൊന്ത ചൊല്ലി ഈ മക്കൾക്ക് അതുപോലെ ഇതുപോലെ ബന്ധനത്തിലായിരിക്കുന്ന മക്കൾ സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 14-ാം വചനം ഏറ്റുപറഞ്ഞ് ആ പ്രതിബന്ധം, ആ കെട്ട് അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇതുപോലെ പലവിധ വിഷയങ്ങളിൽ വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, മാതാപിതാക്കൾ ഈ പ്രതിസന്ധികളെല്ലാം കേൾക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, 2 ആൺമക്കൾ, പക്ഷെ ആ കുടുംബം ഇന്ന് ഒറ്റയ്ക്ക്, അപ്പനും അമ്മയും ഒറ്റയ്ക്കാണ്. 8 വർഷമായിട്ട് അവർ സത്യവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഒരു വേറെ വിശ്വാസത്തിലേക്കും വേറെ സ്ഥലത്ത് പോയി താമസിക്കുകയാണ്. ഈ പേരൻസുമായി ഒരു ബന്ധവുമില്ല. ഇതുപോലെ പല കൂടാരങ്ങളിൽ, പല പല സെക്റ്റുകളിൽ എത്രയോ പേര് വിചിത്രമായ പ്രബോധനങ്ങളുടെ പുറകെ പോയി. ഇത്ര കുടുംബങ്ങളാണ് ഇന്ന് താറുമാറായിരിക്കുന്നത്. ഒറ്റപ്പെട്ടു പോയ ഭർത്താവ്, ഭാര്യ, മാതാപിതാക്കൾ, മക്കള്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈ പ്രതിസന്ധിയിലും കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കർത്താവ് ഉത്തരം തരും. ജോഷ പ്രവാചകനോട് ദൈവം പറയുന്നൊരു മനോഹരമായൊരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ശക്കന ന്യൂസുമായി ഇതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില സ്ട്രഗിളൊക്കെ വരുമ്പോൾ, ചില സമയത്ത് മാനസികമായി ഇങ്ങനെ പീഡയും വേദനയും അനുഭവിക്കുന്ന സമയത്ത് ഈ വചനം പറഞ്ഞ്, ഈ വാഗ്ദാനം നൽകി കർത്താവ് പലപ്പോഴും എന്നെ ബലപ്പെടുത്താറുണ്ട്. നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. ജോഷ പ്രവാചകനോട് കർത്താവ് പറയുന്ന വചനമാണ്. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെയുണ്ടായിരിക്കും, അവിടുന്ന് നിന്നോട് കൂടെയുണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയില്ല, അവിടുന്ന് നിന്നെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല, ഭഗ്നാശനാക്കുകയില്ല, നിന്നെ നിരാശപ്പെടുത്തില്ല, നിന്നെ ഉപേക്ഷിക്കില്ല. നിന്നെ കർത്താവ് ഒരിക്കലും പരിത്യജിക്കില്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും കർത്താവ് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ പുസ്തകം 13:5 ഇതേ വചന പറയുന്നത്, ഒരു നാൾ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയോ നിന്നെ അവഗണിക്കുകയോ ഇല്ല, നിന്നെ അവഗണിക്കുകയില്ല, നിന്നെ കൈവിടുകയില്ല.
അതിൻ്റെ 6-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാ, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യനെ എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എന്തു ചെയ്യാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിച്ച് നമ്മൾ ആ വാഗ്ദാനങ്ങൾ ഏറ്റുപറയുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രയാസകരമായ ചില കാര്യങ്ങൾ കർത്താവ് അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ പൗലോസ്ലീഹായോട് ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ഏഷ്യയിൽ വചനം പ്രസംഗിക്കണ്ട. പൗലോസ്ലീഹ ബിഥീനിയാലിക്ക് പോകാൻ ആഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ബിഥിയാനിയാലിക്ക് പോകണ്ട. അങ്ങനെ മെക്കദോനിയയിൽ പോയി കർത്താവിൻ്റെ വചനം അറിയിക്കുകയാണ്. ദൈവവചനം കേട്ടു. അവിടെ അതിനോട് ബന്ധപ്പെട്ട ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു. നിങ്ങൾ സമയം പോലെ ആ തിരുവചന ഭാഗങ്ങൾ വായിക്കണം. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ ഫലമായി ആ പട്ടണം മുഴുവൻ ഇളകി മറിയുകയാണ്. പൗലോസ്ലീഹയ്ക്കെതിരെ അവരെല്ലാം ആർപ്പ് വിളിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കുക. 22, 23, 24 വചനങ്ങൾ പെട്ടെന്ന് നിങ്ങളൊന്ന് വായിച്ചേ. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിൽ അടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും കൊടുത്തു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗൃഹത്തിന്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ചിട്ടാണ് പൗലോസ്ലീഹ മെക്കദോനിയയിലോട്ട് പോയത്. ഇപ്പോൾ പൗലോസ്ലീഹായ്ക്കും കൂടെയുള്ള സീലാസിനും എന്താ പറ്റുന്നത്? കൊടിയ പീഡനമാണ്, കൊടിയ സഹനമാണ്. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കൊടിയ സഹനത്തിലൂടെയാണ് പൗലോസ്ലീഹ ഇപ്പോൾ കടന്നു പോകുന്നത്. വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ വളരെയധികം പ്രഹരിക്കുകയാണ്. ശരീരം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക, ദുസ്സഹമായ വേദനയാണ്. ഈ സമയത്താണ് ഫിലിപ്പി കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലേക്ക് അവരെ, കൊടും ഭീകരന്മാരിടുന്ന സ്ഥലമാണ്, ആ ഉള്ളറയിലേക്ക് പരസ്പരം കാണാൻ പോലും പറ്റാത്ത വിധം അവിടെ കൂരാക്കൂരി ഇരുട്ടാണ്, ദുർഗന്ധം. അതുപോലെ തന്നെ അവിടെ ഒരിക്കലും നമുക്ക് അധികം സമയം ചെലവഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് ആ കാരാഗൃഹത്തിന് ഉള്ളറയിൽ. കാലുകൾ കാമം വെച്ചു, കൈകൾ ബന്ധിച്ചു. പൗലോസ്ലീഹയ്ക്ക് ന്യായമായി ചോദിക്കാം, വൈ ലോർഡ്, വൈ മീ? എന്തുകൊണ്ട് കർത്താവേ എനിക്കിത് സംഭവിച്ചു? നിന്റെ ശബ്ദം കേട്ടിട്ടല്ല ഞാൻ ഇവിടെ വന്നത്, കർത്താവേ അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മൾക്ക് ഇതുപോലെ ചോദ്യങ്ങൾ വരും. കർത്താവ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ പ്രശ്നങ്ങൾ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായത്, എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചത്? എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് കൃത്യമായ ചില പദ്ധതികളും ഉദ്ദേശങ്ങളുമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ അർദ്ധരാത്രിയിൽ 25-26 വചനങ്ങൾ അവർ ദൈവത്തെ പാടി ആരാധിക്കുകയാണ്, കീർത്തനം പാടിയിട്ട്. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. 26-ാം വചനം പറയുകയാണ്, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗൃഹത്തിന് അടിത്തറ കുലുങ്ങി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം ചലിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഭൂകമ്പത്തിന്റെ രൂപത്തിൽ ആ കാരാഗൃഹത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ദൈവമായ കർത്താവിന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ പല രീതിയിലും കടന്നു വരാൻ പറ്റും. പല കുടുംബങ്ങളിൽ പ്രതിസന്ധികളായി വരും കർത്താവ്, ദുരിതങ്ങളായി വരും, സങ്കടങ്ങളായി വരും, മക്കളെ പ്രതിയുള്ള ചില തകർച്ചകളായി വരും. നമ്മൾ ആരും നിരാശപ്പെടരുത്. ഏത് രൂപത്തിലും കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും. ഫിലിപ്പി കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലേക്ക് കർത്താവ് എങ്ങനെയാ കടന്നു വന്നത്? ഭൂകമ്പത്തിൻ്റെ രൂപത്തിൽ. അടിത്തറ കുലുങ്ങുമാറ് വലിയ ഭൂകമ്പമുണ്ടായി. മാനുഷികമായി ചിന്തിച്ചാൽ ഇത് വളരെ നെഗറ്റീവായൊരു കാര്യമാണ്. എന്നാൽ അത് ദൈവത്തിൻ്റെ ചലനമായിരുന്നു.
അത് ദൈവമായ കർത്താവിൻ്റെ പ്രവർത്തനമായിരുന്നു. സഹോദരങ്ങളെ, ഇപ്രകാരം ദൈവം പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ കാരാഗൃഹ പ്രമാണിക്ക് മാനസാന്തരമുണ്ടായത്. അവൻ സത്യവിശ്വാസം സ്വീകരിക്കുവാൻ ഇടവന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, തടവുകാരൊക്കെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് എന്താ പറയുന്നത്? 27-ാം വചനം എന്താ പറയുന്നത്? തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. ആളൂരി ആത്മഹത്യക്കൊരുങ്ങുക. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. ഇതെങ്ങാനും അധികാരികൾ അറിഞ്ഞാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും, തൻ്റെ കുടുംബത്തെ കൂട്ടമായി കൊല്ലും, താൻ അപമാനിതനാകും. അവന് വളരെയധികം ഭയപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്ലെസ് ആയ സിറ്റുവേഷൻ, ആർക്കും സഹായിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കർത്താവ് അനുവദിക്കുകയാണ്. എന്തിനു വേണ്ടി? ആ കുടുംബത്തെ രക്ഷിക്കുവാൻ, ആ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, ആ കുടുംബത്തെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരു ഹെൽപ്ലെസ് ആയ സിറ്റുവേഷൻ ദൈവം തന്നെ അനുവദിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുണ്ട്. മക്കളുള്ള ബന്ധത്തിൽ ആർക്കവരെ സഹായിക്കാൻ പറ്റാത്ത വിധം, ആർക്കും നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം വളരെ ഹെൽപ്ലെസ് ആയ ചില സാഹചര്യങ്ങൾ, ഹെൽപ്ലെസ് ആയ സിറ്റുവേഷൻ. നിങ്ങൾ അസ്വസ്ഥരാകരുത്. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് കൃത്യമായ പദ്ധതി കർത്താവിനുണ്ട്. ഹോപ്പ്ലെസ് ആയ സിറ്റുവേഷൻ, പ്രത്യാശയ്ക്കൊരു വകയില്ല, അതുകൊണ്ട് അവൻ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. ചിലർ ചിന്തിക്കുക, എന്തിനു ജീവിക്കുന്നത്? എൻ്റെ മകള് ഒരു അന്യവിശ്വാസത്തിൻ്റെ പുറകെ പോയി, അന്യമതക്കാരന് പുറകെ പോയി, കുടുംബമായി യാതൊരു തരത്തിലും യോജിപ്പില്ലാത്ത, നമ്മുടെ വിശ്വാസമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ചെറുക്കിൻ്റെ പുറകെ എൻ്റെ കുഞ്ഞ്, എൻ്റെ മകൾ ഇറങ്ങിപ്പോയി. എൻ്റെ മകൻ MDA കഞ്ചാവടിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കുഞ്ഞിൻ്റെ കുടുംബം തകർന്നു പോയി. എൻ്റെ മകളുടെ ജീവിതം ഡിവോഴ്സായി. ഇങ്ങനെയൊക്കെ ഓർത്ത് ഇനി എന്തിനാ ജീവിക്കുന്നത്? വളരെ ഹോപ്പ്ലെസ് ആയൊരു സിറ്റുവേഷൻ. എന്തിനാണ് ഈ ജീവിതം? എൻ്റെ സഹോദരങ്ങളെ, അസ്വസ്ഥപ്പെടരുത്. ഇതൊക്കെ ദൈവത്തിൻ്റെ ചില ചലനങ്ങളാണ്, ദൈവത്തിൻ്റെ പ്രവർത്തികളാണ്. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ ഭൂകമ്പത്തിന് രൂപത്തിൽ ദൈവം ചലിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കാരാഗൃഹ പ്രമാണിക്കൊരു മാറ്റവും വരില്ലായിരുന്നു, അവന് മാനസാന്തരം ഉണ്ടാവില്ലായിരുന്നു. അവൻ ഭയന്ന് വിറച്ച് പൗലോസ്ലീഹായുടെയും സീലാസിന് കാൽക്കൽ വീട് ചോദിച്ചു, യജമാന്മാരെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? 30-ാമത്തെ വചനം, രക്ഷപ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. എന്താ സംഭവിച്ചത്? 34-ാം വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്, പൗലോസിനും സീലാസിനും വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അവര് മാമോദീസ സ്വീകരിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. മരണവീടായി മാറേണ്ട ആ കുടുംബം, ആ രാത്രിയിൽ ആ കുടുംബത്തിൽ നിന്ന് കൂട്ട നിലവിളി ഉയരേണ്ട കുടുംബമായിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ആ കുടുംബം അത്യന്തം ആനന്ദിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമാണ് ഇതുപോലെ ഹെൽപ്ലെസ്സായ, ഹോപ്പ്ലെസ്സായ ചില സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കർത്താവ് അനുവദിച്ചിരിക്കുന്നത്, നമ്മുടെ മക്കളുള്ള ബന്ധത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ നശിച്ചു പോകാനല്ല, തകർന്നു പോകാനല്ല. കാരണം കർത്താവിൻ്റെ പദ്ധതി ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മറ്റൊരു കോൾ വരികയാണ്. ഷോയെ നന്ദി. ഷേർലി, കൊല്ലത്ത് നിന്ന് ഷേർലി എന്ന സഹോദരിയാണ് വിളിക്കുന്നത്. ഷേർലി സഹോദരി, എന്താണ് വിഷയം? ഹലോ, 3 വർഷം കൊണ്ട് എന്റെ മോനൊരു മദ്യപാനിയായിരുന്നു. മദ്യപിച്ചിട്ട് വന്ന് വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്റെ ഭർത്താവിനെ എന്റെയും ദേഹോപദ്രവമൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും ഷെക്കേനായിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എപ്പോഴും വിളിക്കുമായിരുന്നു. അപ്പം മെയ് മാസത്തിലെ പ്രാർത്ഥനയുടെ ദിവസം എനിക്കന്ന് അറിയത്തില്ലായിരുന്നു പ്രാർത്ഥന അന്നുണ്ടെന്നുള്ളത്. അന്നേരം ഞാൻ അവിടെ സിസ്റ്ററിനെ വിളിച്ച് ഈ മോന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ സിസ്റ്റർ എൻ്റെ അടുക്ക പറഞ്ഞ് ഇന്ന് സന്തോഷ് ബ്രദറിന്റെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു.
അന്നേരം പറഞ്ഞു അമ്മച്ചിക്ക് ആ പ്രാർത്ഥന കൂടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്ക് കൂടാൻ പറ്റുമോ എന്നറിയത്തില്ല, മോന്റെ റൂമിലാ TV ഇരിക്കുന്നത്, അപ്പൊ അവൻ എങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെ ഇതിന്റെ ഇടുവെന്ന്, പ്രാർത്ഥന ഇടുവെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതും എനിക്കൊരു ഉറപ്പില്ല, ആള് രാവിലെ മുതൽ ഉച്ചവരെയൊക്കെ ഇരുന്ന് TV കാണും, അതുകൊണ്ട് എനിക്ക് അത് ഒരു ഉറപ്പില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഉച്ച ആയപ്പോഴത്തേന് ഞാനിങ്ങനെ കേൾക്കുന്ന അവന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഇന്ന് കടവ് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. കടവ് പള്ളി പോയിട്ട് നമുക്ക് ആ വഴി സാധാരണ പള്ളി പോകാറില്ല, ഇല്ല പോകത്തില്ല. ഞായറാഴ്ച പൂജ കാണാൻ, പിന്നെ ദിവ്യബലി കാണാനൊന്നും ഒന്നിനും പോകത്തില്ല. നാളുകൾക്ക് ശേഷമാണ് അവൻ പള്ളി പോകാന്ന് പറയുന്നത്. അന്നേരം പറഞ്ഞ് പള്ളി പോകാം, എന്നിട്ട് നമുക്ക് ആ വഴിയെ സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം മനസ്സിൽ ചിന്തിച്ച് സിനിമ കണ്ടേച്ച് വരുമ്പോ ഏതായാലും രാത്രി 11-12 മണിയാകുമായിരിക്കുമല്ലോ. അപ്പോഴത്തേന് ഇവിടെ എനിക്ക് ആ സമയത്തിന്റെ ഈശോ എനിക്ക് എല്ലാ ക്രമീകരണങ്ങളും എനിക്ക് ഒരുക്കി തന്ന ആ പ്രാർത്ഥന കൂടാൻ വേണ്ടി. അപ്പൊ ഞാൻ ആ പ്രാർത്ഥനയിൽ കൂടി, അപ്പൊ ഈ പിന്നെ ബ്രദർ അന്നേരം പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തരുടെ പേരെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും അന്നേരം പറയുന്ന എനിക്ക് ഒരുപാട് പേരുടെ കോളുകൾ പ്രാർത്ഥന വരുന്നതെന്ന് എനിക്ക് എല്ലാരെയും എടുത്ത് പറയാൻ പറ്റത്തില്ല. എന്നാലും ആ കൂട്ടത്തിൽ എന്റെ പേര് അന്ന് ബ്രദർ പറഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പൊ അങ്ങനെ എനിക്കങ്ങ് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ആ കുറെ കഴിഞ്ഞപ്പോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ധ്യാനത്തിന് മദ്യപിക്കും, വീട്ടിൽ വന്ന് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ആളിന് ധ്യാനത്തിന് പോണോന്നുള്ള ഒരു ചിന്ത വന്ന് ചിന്ത വന്ന് അങ്ങനെ ധ്യാനത്തിന് അങ്ങനെ എന്റെ ഒരു ബന്ധുവിന്റെ അടുത്ത് ചെന്നേച്ചു തന്നെ എന്ന് പറഞ്ഞ് ഷീബാൻഡി എനിക്ക് ധ്യാനം കൂടണം, ഷീബാൻഡി തന്നെ എനിക്ക് ബുക്ക് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അവര് തന്നെ അണക്കര ധ്യാന മന്ദിരത്തിലേക്ക് ബുക്ക് ചെയ്ത് കൊടുത്ത്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ മാസം ഈ മാസം 2-ാം തീയതി അണക്കര ധ്യാനത്തിന് പോയി. ധ്യാനമൊക്കെ കഴിഞ്ഞു വന്ന് എല്ലാ ഞായറാഴ്ചയും ദിവ്യബലി കാണാൻ പള്ളിയിൽ പോകും. എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് സന്ധ്യ ആകുമ്പോ ഇരിക്കും. അപ്പൊ ഞങ്ങളെക്കാളും മദ്യപാനത്തിന്റെ കെട്ട് കടത്താ പൊട്ടിച്ചു കളഞ്ഞു അല്ലേ? പൊട്ടിച്ചെറിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് ഒത്തിരി സന്തോഷവും സമാധാനവും ഉണ്ട്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ ബ്രദറെ പറയണം. എന്റെ മോന് 29 വയസ്സുണ്ട്. എന്റെ മോന്റെ വിവാഹം നടക്കണം. ഇളയ മോന്റെ ഒരു ജീവിത പങ്കാളിയെ പങ്കാളി എനിക്ക് എന്റെ മോന് വേണം. നമുക്ക് ഒത്തിരി പേര് വിളിക്കുന്നു പ്രാർത്ഥിക്കാനുള്ളത് കൊണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കരങ്ങൾ അടിച്ച് കർത്താവ് എത്ര വലിയ പ്രവൃത്തി ചെയ്തത്. നാളുകളായി വർഷങ്ങളായി പള്ളിയില്ല, കുദാശകളില്ല, വിശ്വാസമില്ലാതെ ജീവിച്ച ആ ചെറുപ്പക്കാരൻ എന്നാൽ മാതാപിതാക്കളെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന, അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവിന്റെ വിശ്വാസത്തിൽ ശരണപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം അണക്കരയിൽ ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛന്റെ ധ്യാനത്തിൽ പങ്കെടുത്തു. വചനത്തിന് ശക്തി കടന്നു വന്നു, പരിശുദ്ധാത്മ അഭിഷേകം ഇറങ്ങി, മദ്യപാനത്തിന്റെ പൈശാചികപ്പീഡ വിട്ടൊഴിഞ്ഞു പോയി. നല്ലൊരു ദൈവ പൈതലായി ഈശോ മകനെ രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ചേർത്ത് പാടുകേ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു, നമ്മുടെ യേശു ജീവിക്കുന്നു, നമ്മുടെ യേശു ജീവിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ചില തകർച്ചകളും ചില പ്രതിസന്ധികളും ചില ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പരാജയങ്ങളും വേദനകളും കർത്താവ് അനുവദിക്കുന്നത് നമ്മൾ നശിക്കുവാനല്ല, തകരുവാനല്ല, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുവാനും വിശുദ്ധീകരിക്കുവാനും അഭിഷേകം ചെയ്യുവാനുമാണ്. സുഭാഷിത പുസ്തകം 3-ാം അധ്യായം 33-ാം വചനത്തിൽ, ആ വചനത്തിന്റെ 2-ാം ഭാഗത്തിൽ കർത്താവ് പറയാണ്, എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ചില കഷ്ടതയിലൂടെ, സഹനങ്ങളിലൂടെ കർത്താവ് നമ്മൾ വിശുദ്ധീകരിക്കും. സഹനങ്ങളിലൂടെ വലിയ വിശുദ്ധീകരണമുണ്ട്. സഹനങ്ങളിലൂടെ, കണ്ണുനീരുകളിലൂടെ, തകർച്ചകളിലൂടെ വലിയ വിശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട് സഹോദരങ്ങളെ. ഈ വിശുദ്ധീകരണത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെ, കുടുംബങ്ങളെ, തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, പത്രോസ്ലീഹ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വചനം,
അവിടെ എന്താ പറയുന്നത്? പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചതെന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ദൈവത്തിന് നിശ്ചയത്തിലുള്ള കാര്യമാണ്. അവിടുന്ന് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, ബന്ധങ്ങളെ അനുഗ്രഹിക്കുന്നു, ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് ഒത്തിരിയേറെ കോളുകൾ വരുന്നുണ്ട്. എങ്കിലും നമുക്ക് അവസാനമായൊരു കോളും കൂടി എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. മേരി കടനാട്, നമുക്ക് ആ സഹോദരിയുടെ പ്രാർത്ഥന നിയോഗം കേൾക്കാം. ഈശോയെ നന്ദി. സഹോദരി, എന്താണ് വിഷയം? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ? എന്റെ മകള് മരുമകനും വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം. അവരെന്ത് പറ്റി? സത്യവിശ്വാസം നഷ്ടപ്പെടുത്തി വേറൊരു വിഭാഗത്തിൽപ്പെട്ട സഭയുടെ വിശ്വാസത്തിൽ നിന്ന് അവർ അകന്നു പോയില്ലേ? അതെ അതെ അതെ. 4 മക്കളുണ്ട്. അവരെ ജ്ഞാനസ്നാനം കൊടുത്ത് നമ്മുടെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാട്ടോ. അമ്മച്ചി വിഷമിക്കണ്ട കേട്ടോ. കർത്താവ് വിശ്വസ്തനാണ്. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ലൂക്ക 1:37. ദൈവത്തിനൊന്നും ഉറക്കെ പറഞ്ഞ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. അപ്പോ മോളെയും മരുമകനെയും 4 കുഞ്ഞുങ്ങളെയും സത്യവിശ്വാസത്തിലേക്കും പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്കും അതുപോലെ തന്നെ സത്യപ്രബോധനത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുവാൻ കർത്താവായ ഈശോയ്ക്ക് കഴിയും. അവിടുന്ന് സർവശക്തനാണ് കേട്ടോ. അവിടത്തേക്കൊന്നും അസാധ്യമല്ല. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇതുപോലെ വേറൊരു അമ്മ പറഞ്ഞില്ലേ, 2 മക്കളെ യഹോവ സാക്ഷികളായിട്ട് പോയിക്കൊണ്ട് വേറെ വിശ്വാസത്തിലേക്ക് പോയി. ഇതുപോലെ ഒത്തിരി കുടുംബങ്ങളിൽ നിന്ന് വേദനിക്കുന്നുണ്ട്. പല സെക്റ്റുകളിലേക്കും തെറ്റായ പ്രബോധനങ്ങളിലേക്കെല്ലാം കടന്നു ചെന്ന് സത്യവിശ്വാസം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന പരിശുദ്ധ സഭയിൽ നിന്ന് അകന്നുപോയ ഒത്തിരി മക്കൾ, അവരുടെ മാനസാന്തരത്തിന് തിരിച്ചു വരവിന് വേണ്ടി അമ്മച്ചിയും പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് ഒന്നിച്ചൊരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുവാൻ, അഭിഷേകം ഇറങ്ങുവാൻ, ആ പൈശാചികപ്പെട വിട്ടൊഴിയുവാൻ 10,000 ഇവിടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത്. 10,000 ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവശക്തി ഇറങ്ങുകയാണ്, ദൈവകൃപ വെളിപ്പെടുകയാണ്, ദൈവവചനത്തിന്റെ പവർ വ്യാപരിക്കുകയാണ്. പൈശാചിക കെട്ടുകൾ അടിയട്ടെ, നാരകീയ രൂപികൾ ചിതറിപ്പോകട്ടെ. സത്യവിശ്വാസത്തിലേക്ക്, പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക്, കർത്താവായ യേശുവിന്റെ സത്യപ്രബോധനത്തിലേക്ക് ഈ മക്കൾ കടന്നു വരുവാൻ കർത്താവേ കരുണ കാണിക്കണമേ, കൃപ ചൊരിയണമേ. ഈ വിധം തെറ്റായ പ്രബോധനങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും തിരിച്ചുവരവിനായി ഞങ്ങൾ ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകളടിയട്ടെ, ബന്ധനമണിയട്ടെ. റിലീസ്. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അമ്മച്ചി യേശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വചനം ഏറ്റുപറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാട്ടോ. യേശയ്യാ 11:2. കർത്താവ് പ്രവർത്തിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, തുടർന്ന് നമ്മൾ ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് മക്കൾ അവരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ വളരെ ലൈവായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ നിയോഗങ്ങളെല്ലാം ഒത്തിരി പേര് വിളിക്കുന്നു, പക്ഷേ എല്ലാവരുടെയും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. അപ്പോൾ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. ഈ വരുന്ന ജൂൺ 30 മുതൽ ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഓഗസ്റ്റ് 4-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണി വരെ ടീം ഷെഖേനയുടെ നേതൃത്വത്തിൽ നമ്മുടെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഡുനാമിസ് പവർ ധ്യാനം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തീകരണ ശുശ്രൂഷ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമർപ്പിത സന്യസ്ത ജീവിതത്തിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഒരു ശക്തീകരണം കടന്നു വന്ന് കർത്താവിനും സഭയ്ക്കുമായി നമ്മുടെ ജീവിതങ്ങൾ ഉണർത്തപ്പെടുവാൻ, അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ധീരസാക്ഷികളായി പരിശുദ്ധ അമ്മയുടെ വിശ്വസ്ത മക്കളായി നമ്മളെല്ലാം പ്രശോഭിതരാകുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ധ്യാനമാണ് ഡുനാമിസ് പവർ ധ്യാനം. അത് ബുക്ക് ചെയ്യാനുള്ള നമ്പറുകളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്.
നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറഞ്ഞു വിടണം. ജീവിത പങ്കാളി ഒരുക്കി പ്രാർത്ഥിച്ച് പറഞ്ഞു വിടണം. നിങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ, പരിചയക്കാരെ, ബന്ധുമിത്രങ്ങളെ, സുഹൃത്തുക്കളെ ഒക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ശുശ്രൂഷയിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ഈ 5 ദിനങ്ങൾ അവിടെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നമുക്ക് ഒന്നിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് ആരാധിക്കാം. അങ്ങനെ ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേകം കർത്താവിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാം. നിങ്ങളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. ഒപ്പം നാളെ രാത്രി 9 മുതൽ 10:30 വരെ അടുത്ത 4 ദിനങ്ങളിൽ പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തം, ജൂലൈ മാസം പരിശുദ്ധ സഭ ഈശോയുടെ തിരുരക്തത്തെ ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന മാസമാണ്. കർത്താവിൻ്റെ തിരുരക്തത്തിലൂടെ ലഭിച്ച ഡെലിവറൻസുകളും അനുഗ്രഹങ്ങളും നന്മകളെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്നും സഭാ പ്രബോധനങ്ങളിൽ നമ്മൾ ധ്യാനിച്ച് പഠിച്ച് തിരുരക്തത്തിൻ്റെ അഭിഷേകം, തിരുച്ചോരയുടെ അഭിഷേകം നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രഷ്യസ് ബ്ലഡ്, അമൂല്യ രക്തം. നിങ്ങളെല്ലാവരും ആ ശുശ്രൂഷയിൽ 4 ദിനങ്ങളിൽ ഉണ്ടാകണം. അനേകരെ കൂട്ടിക്കൊണ്ടുവരണം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുട്ടുകുത്തി നിന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ മക്കളെ, തലമുറകളെ, നമ്മുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ എല്ലാം ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. അൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഇത്രമേൽ ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രമേൽ ആരാധിച്ചാൽ പോരാ. ആരാധിക്കുന്ന കർത്താവേ, ഉള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിക്കാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവ് തിരുവോസ്തിരൂപനായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, തലമുറകൾ അഭിഷേകം ചെയ്യുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കുവാൻ പരിശുദ്ധ കുർബാനയായി ഈശോ ഇതാ നമ്മുടെ തിരുമുൻപിൽ. ഇരുകരങ്ങളും അൾത്താരയിലേക്ക് യാചനാപൂർവ്വം തുറന്നു പിടിക്കുക. പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിൻ്റെ
ജീവനുള്ള ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്ന സമയം. നമ്മുടെ മക്കളെ പിശാച് അടിപ്പെടുത്തിയിരിക്കുന്ന വിവിധങ്ങളായ അടിമത്വങ്ങള്, പാപദുശീലങ്ങള്, പൈശാചിക പീഡകള്, നാരിക ശക്തികള്, വിവിധങ്ങളായ മ്ലേച്ഛതകള്, ചില അരാജകത്വങ്ങള്, തെറ്റായ ബന്ധങ്ങള്, മദ്യപാനത്തിന്റെ, മയക്കമരുന്നിന്റെ, കഞ്ചാവിന്റെ, കുടുംബ തകർച്ചയുടെ സാത്താനിയ പീഡകള്, ഈ കെട്ടുകളെല്ലാം അഴിച്ചു കളയുവാൻ ഇതാ രാജാവും കർത്താവുമായി പരിശുദ്ധ കുർബാനയായി ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നു. ഈശോയെ, ഈശോയെ, ഈശോയെ. ശംഖ് പൊട്ടി വിളിക്കിയ സഹോദരങ്ങളെ, ഇത് വിമോചനത്തിന്റെ സമയമാണ്. ഇത് ദൈവാനുഗ്രഹത്തിന്റെ നിമിഷമാണ്. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന കൃപയുടെ മണിക്കൂറാണ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അഭിഷേകമിറങ്ങട്ടെ, അഭിഷേകമിറങ്ങട്ടെ. കെട്ടുകൾ അഴിക്കുന്ന അഭിഷേകം, കുരുക്കുകൾ അഴിക്കുന്ന അഭിഷേകം കർത്താവിൽ നിന്ന് പുറപ്പെടട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഇതാ കർത്താവിൽ നിന്ന് സഹായം വരുന്നു, കർത്താവിൽ നിന്ന് സഹായം വരുന്നു. ഈശോ. ആമേൻ, ആമേൻ. ഒരുപാട് മക്കള് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നമ്മ, സൗമ്യ, ഷിബു, നിമി, സന്തോഷ്, ചിഞ്ചു പള്ളിത്തോടിൽ നിന്ന്, ബെറ്റി പൂന്തറ, തോമസ്, ഗ്ലാഡിസ് എറണാകുളം, ഇമ്മാനുവേൽ തിരുവനന്തപുരം, ആഗ്നസ്, സെബിൻ എറണാകുളത്ത് നിന്ന്, എലിസബത്ത് അൽഫോൺസ ചെന്നൈയിൽ നിന്ന്, ഡെയ്സി തോമസ്, കർത്താവേ ഇവരൊക്കെ യാതന ഏറ്റെടുക്കണമേ. സുരജി ചാലക്കുടി, ഷീജ ഉജ്ജൽ ചേറൂരിൽ നിന്ന്, മാർഗരീത്ത അനു പ്രജീഷ് തൊടുപുഴയിൽ നിന്ന്, എൽസമ്മ ക്രിസ്റ്റി ഉള്ളനാടിൽ നിന്ന്, സെബിൻ ഗിൽഡ, ഷെൽമി ലയാൻ ഖത്തറിൽ നിന്നാണ്, ത്രേസ്യമ്മ, തോമസ്, ആനി, മരിയ, സാറ, അന്ന ഹിരോഷ് നിലമ്പൂരിൽ നിന്ന്, ചേച്ചമ്മ, വിനോദ്, ആനി. ഒത്തിരിയേറെ മക്കള് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുക. ഇവിടെ ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരിക്കുന്ന 100 കണക്കിന് പേരുണ്ട്. കുടുംബങ്ങളിൽ വേദനിച്ച് കഴിയുന്ന മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങള്, മക്കളെ ഓർത്ത് നെഞ്ചു പൊട്ടി നീരി കഴിയുന്ന ഒരുപാട് മാതാപിതാക്കള്, ഇവിടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്ക്, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവെ കരുണ ചൊരിയണമേ. ഈ കണ്ണുനീരിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. കരമുയർത്തി വിളിക്കുന്നു യേശുവേ, ജീവിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കെട്ടുകൾ അഴിയുന്ന സമയം, ദുഃഖങ്ങൾ ഒടിയുന്ന സമയം, ബന്ധനങ്ങൾ നിർവീര്യമാകുന്ന സമയം. വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചു, വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചു. ഈശോയെ, ഈശോയെ, ഈശോയെ. ഗ്ലോറി, ഗ്ലോറി. വൃദ്ധന്മാർ, യുവതിയുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. എല്ലാ മക്കളിൽ അഭിഷേകം ഇറങ്ങട്ടെ. വൃദ്ധന്മാർ, യുവതിയുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. അഭിഷേകം, ആത്മാവിൽ ആരാധന, അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ഈശോയെ, 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 ഈശോയെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരുപാട് മക്കള് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുക.
ബ്രിട്ടോ, ഞാൻ സ്ഥലപ്പേരൊന്നും പറയുന്നില്ല, പേരുകൾ വായിച്ചു പോകും. കർത്താവേ, ഇവരുടെ കണ്ണുനീര് കാണണമേ. ബ്രിട്ടോ, ലൈല, ജൂഡിന്റെ, സിൻഡോ, പോൾ, ഷൈനി, സിബി, ഫ്രാൻസിസ്, അഖിൽ, ആൽവിൻ, ഷൈനി, എലിസബത്ത്, അബീഷ്, സോഫി, ഇമ്മാനുവേൽ, ഈസ, സിയ, ദില, മിദുൽ, ഏദൽ, ധൽവി, ദേവ്, ജിബി, തോമസ്, സിബി, വില്ലുവും കുടുംബവും, മേരി, റിയ, തോമസ്, സിബി, ജോസ്, അരുൺ, ആൽഫി, മാഗി, ഫ്രാൻസിസ്, ജിസ്മോൻ, സാന്ദ്ര, ജോസഫ്, റോസ് ജോയ്, സാൽമരിയ റോയ്. കർത്താവിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. തമ്പി, റാൻ, ജൂലിയ, ലിജോ, കെവിൻ, മീനു, ബെഞ്ചമിൻ, ജോയ്സ്, അനീസ്, ജാസ്മിൻ, ശിവ, ജൂഡിസ്, ഹിറ്റസ്, വിജി, സാംസൺ, രഞ്ജിത്ത്, ഷീബ, ബെഞ്ചമിൻ, സാമുവേൽ, ഗോർബി, ഗ്രീഷ്മ, ഗൗതം, ഗീതു, റോസ്ലി, ഫ്രാൻസിസ്, ജോയ്, ബിൽസ്റ്റൺ, ആൻ മേരി, റോഷൻ റോയ്, ഗോഡ്സൺ, റോയ്സി റോയ്, ജോസഫ് ചേട്ടൻ, വിറ്റി വർഗീസ്, ജസ്വിൻ, ബിജു, ബെഞ്ചമിൻ, കുര്യൻ, അഞ്ജന, ജസ്റ്റിൻ, കൃപ, ദീപ, റയാൻ, രാജു, സാംസൺ, റോസ്മേരി, ആൻഡോസ്, ഗ്ലോറി, ജൈനമ്മ, ജോർജ്, ജോസുകുട്ടി, മേരിക്കുഞ്ഞി, റിയ, അനുപ്രിയ, വിൻസൻ, അഞ്ജുഷ, ബീന, നിഖിലി, ബിൻഡോ, ആറ്റ്ലി, കുഞ്ഞുമോൻ. ഒരുപാട് മക്കൾ, ഒരുപാട് മക്കൾ. അവരൊക്കെ നമ്മൾ സമർപ്പിക്കും. ഒത്തിരി പേര് കർത്താവേ, ഇവരെല്ലാം സമർപ്പിക്കുകയാണ്. കർത്താവേ, ആൽഫീൻ, അബീൻ, വിയാൻ, വിനോദ്, ടെസ്സ, കൊച്ചുദ്രേസ്യ, ജോ മാർട്ടിൻ, ജിത്തു, നീതു, മനു, ബാബു, ലിസ, അലക്സ്, ജോജോ, സിൻഡ, ആൻ, മിക്കു, ജോർജ്, മിട്ടു, ജോർജ്, ലീലാമ, ടിൻസമോൻ, ചോയ്, ഹരിഗ്ര, ലാലി, ബാബു, അവരെല്ലാം സമർപ്പിക്കുന്നു. ജൈനമ്മ, പ്രിസില്ല, സിബി ജോസഫ്. കർത്താവേ, ഇവരുടെ എല്ലാം നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇനിയും ഒത്തിരിയേറെ മക്കള് അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഭവനങ്ങളിലും സമൂഹങ്ങളിലും വിദേശങ്ങളിലായിരുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന 10,000-കണക്കിന് മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങള് അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാം ഏറ്റെടുക്കണമേ. അവിടുത്തെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ അങ്ങനെ ജനത്തിന് ഈശോയെ, അവിടുത്തെ വിമോചനത്തിന്റെ കൈകൾ അവിടുത്തെ ജനത്തിന്റെ മേൽ നീട്ടണമേ. നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ നീട്ടണമേ. മക്കളുടെ മേൽ നീട്ടണമേ. തലമുറകളുടെ മേൽ നീട്ടണമേ. അനുഗ്രഹമുണ്ടാകട്ടെ. ഡെലിവറൻസ് ഉണ്ടാകട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. കെട്ടുകൾ ഒടിയട്ടെ. മുഖങ്ങൾ ഒടിയട്ടെ. മാനസാന്തരം ഉണ്ടാകട്ടെ. സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരട്ടെ. കരമുയർത്തി വിളിക്കുന്ന ഈശോയെ, ഈശോ, ഈശോ, ഈശോ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രബോധിക്കട്ടെ, പ്രബോധിക്കട്ടെ. തലമുറകളിലേക്ക്, തലമുറകളിലേക്ക്, മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക് പ്രബോധിക്കട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. ഈശോയെ, മാതാപിതാക്കന്മാരുടെ കണ്ണുനീരൊപ്പിയെടുക്കണമേ. ഇവിടെ ഹൃദയവേദനകളെ മാറ്റണമേ. ഓരോ പിതാവിനെയും മാതാവിനെയും ഈശോയെ അനുഗ്രഹിക്കണമേ. എൻ പ്രാർത്ഥന നൽകണേ. എൻ യാചന കേൾക്കണേ. എൻ പ്രാർത്ഥന നൽകണേ. എൻ യാചന കേൾക്കണേ. എൻ പ്രാർത്ഥന നൽകണേ.
യാചന നൽകണേ എൻ യാചന. കർത്താവ് എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി, ശൗസേ പിതാവിന്റെ നിർമ്മല ഹൃദയം വഴി ഈശോയെ അവിടുത്തെ തിരു ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സഹായം ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അനേക മാതാപിതാക്കളുടെ കണ്ണീര് കണ്ടവരെ നീ അനുഗ്രഹിച്ചുവല്ലോ. ഈ ദിനങ്ങളിലും ദൈവാനുഗ്രഹത്തിന്റെ അഭിഷേകം അവരിലേക്ക് നിറഞ്ഞൊഴുകട്ടെ. ഓരോ കുടുംബത്തിലേക്ക് നിറഞ്ഞൊഴുകട്ടെ, തലമുറകളിലേക്ക് നിറഞ്ഞൊഴുകട്ടെ. കണ്ണുനീരിലായിരിക്കുന്ന നിന്റെ ജനത്തെ കർത്താവ് നീ ആശ്വസിപ്പിച്ച് അവർക്ക് നീ സ്വസ്ഥത, സമാധാനം നൽകണമേ. എന്റെ സഹോദരങ്ങളെ, എല്ലാ മാസത്തിലുമുള്ള ഈ ശുശ്രൂഷ മക്കളെ ഓർത്ത്, വിവിധ കാരണങ്ങളെ പ്രതി മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്കായിട്ടുള്ള ശുശ്രൂഷയാണ് സഹായം ദൈവത്തിൽ നിന്ന്. നിങ്ങൾ അനേകരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. അനേകരെ നിങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എല്ലാ നിയോഗങ്ങളും ഈശോ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ദിനങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവം തരുന്ന മറുപടി നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കണം. അടുത്ത ശുശ്രൂഷകളിൽ നമുക്കത് സാക്ഷ്യപ്പെടുത്തുവാനും പങ്കുവെച്ച് ഒരുമിച്ച് ഈശോയെ മഹത്വപ്പെടുത്തുവാനും അവസരമുണ്ടാകും. നമ്മളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട് എൻ്റെ സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഒത്തിരിയേറെ ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം കർത്താവിൻ്റെ പരിപാലന കൊണ്ട് മാത്രമാണ് നിറവേറപ്പെടുന്നത്. നിങ്ങൾ സഹായിക്കണം. കഴിയുന്നത് പോലെ സാമ്പത്തികമായും മറ്റു പല വിധത്തിലും ഈ ശുശ്രൂഷകൾ നിങ്ങൾ ചങ്കിലേക്ക് ഏറ്റെടുക്കണം. പണമില്ലാത്തത് കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ തളർന്നു പോകരുത്, നിന്നു പോകരുത്. നമ്മൾ സപ്പോർട്ട് ചെയ്യണം, സ്നേഹിക്കണം. വിധവയുടെ കൊച്ചു കാശ് പോലെ കർത്താവിൻ്റെ ശുശ്രൂഷകൾക്കായി നമ്മൾ നൽകുമ്പോൾ ആ സമർപ്പണത്തിലൂടെ നമ്മുടെ തലമുറകളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ ആശീർവദിക്കുന്ന സമയം നമ്മൾ ഒന്നിച്ചു വിളിക്കുന്ന ഈശോയെ നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല, അങ്ങെപ്പോലൊരു ദൈവമില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.